പ്രൈസ് ദി ലോർഡ്. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജോളി ജയകുമാർ, തിരുവനന്തപുരം. ആദ്യത്തെ ചോദ്യം: ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു നാടുവാഴി ആരാണ്? ഉത്തരം: ദമസ്കോസിലെ അരേത രാജാവ്. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 32-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: പൗലോസിൻ്റെ കൂട്ടാളി ആരാണ്? ഉത്തരം: തീത്തോസ്. 8-ാം അധ്യായം 23-ാം വാക്യം, 3-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം: കൊല്ലുന്നത് എന്താണ്? ഉത്തരം: അക്ഷരം. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം: ലോകത്തിൻ്റെ ദുഃഖം ഉളവാക്കുന്നത് എന്താണ്? ഉത്തരം: മരണം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം: വിളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നവൻ ആരാണ്? ഉത്തരം: സാത്താൻ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 14-ാം വാക്യം. അടുത്ത ചോദ്യം: പൗലോസ് കോലിനാൽ എത്ര വട്ടം അടികൊണ്ടു? ഉത്തരം: 3 വട്ടം. 1 കൊരിന്ത്യർ 11-ാം അധ്യായം 25-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: പൗലോസിൻ്റെ ലേഖനങ്ങൾ എങ്ങനെയുള്ളവയാണ്? ഉത്തരം: ഘനവും ഊറ്റവും. 10-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: അത്യുത്സാഹി എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഉത്തരം: തീത്തോസ്. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം: കർത്താവ് എന്താകുന്നു? ഉത്തരം: ആത്മാവ്. 2 കൊരിന്ത്യർ 3-ാം അധ്യായം 17-ാം വാക്യം. അടുത്ത ചോദ്യം: പൗലോസിന് ആകെ എത്ര അടി കിട്ടി? ഉത്തരം: 195. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 24-ാം വാക്യം. അടുത്ത ചോദ്യം: പൗലോസിന് ജഡത്തിൽ ഉണ്ടായിരുന്നത് എന്താണ്? ഉത്തരം: ശൂലം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം: ദൈവകൃപ ലഭിച്ച സഭ ഏതാണ്? ഉത്തരം: മക്കദോന്യ സഭ. 2 കൊരിന്ത്യർ 8-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: ഹൃദയങ്ങളിൽ തന്നിരിക്കുന്നത് എന്താണ്? ഉത്തരം: ആത്മാവെന്ന അച്ചാരം. 2 കൊരിന്ത്യർ 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: പൗലോസിന് മനസ്സിന് സ്വസ്ഥതയില്ലാതായ സ്ഥലം ഏതാണ്? ഉത്തരം: ത്രോവാസ്. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 12-ാം വാക്യം. അടുത്ത ചോദ്യം: പൗലോസ് ഇഷ്ടപ്പെട്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 10-ാം വാക്യം. അടുത്ത ചോദ്യം:
ആവർത്തിച്ചു പറഞ്ഞ വ്യക്തിനാമം ഏത്? എത്ര പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു? ഉത്തരം: ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്ന വ്യക്തിനാമം തീത്തോസ് 9 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. 2-13, 7-6, 7-13, 7-14, 8-6, 8-16, 8-23, 12-18. അടുത്ത ചോദ്യം: ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ഏതൊക്കെയാണ്? ഉത്തരം: മരണശുശ്രൂഷ, ആത്മാവിൻ്റെ ശുശ്രൂഷ, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ, നീതിയുടെ ശുശ്രൂഷ, നിരപ്പിൻ്റെ ശുശ്രൂഷ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ, അക്ഷരത്തിൻ്റെ ശുശ്രൂഷ. 3-7, 3-8, 3-9, 5-18, 11-23, 3-6. അടുത്ത ചോദ്യം: ഇരുന്നതും കിടന്നതുമാണ്, എന്നാൽ അത് മാറും. എന്താണ്? ഉത്തരം: മൂടുപടം. ന്യായപ്രമാണം വായിക്കുമ്പോൾ ഹൃദയത്തിലിരുന്നു, നീങ്ങിപ്പോകുന്നത് ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ. 2 കൊരിന്ത്യർ 3-14, 3-15, 3-18. അടുത്ത ചോദ്യം: എങ്ങനെയെല്ലാം കൊടുക്കണം? ഉത്തരം: പ്രാപ്തിയുള്ളതുപോലെ. 8-12, ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ. 9-7, സന്തോഷത്തോടെ. 9-7. അടുത്ത ചോദ്യം: ആവർത്തിച്ചിരിക്കുന്ന സ്ഥലനാമം ഏതാണ്? ഉത്തരം: മക്കദോന്യ 8 പ്രാവശ്യം. 1-16 2 പ്രാവശ്യം, 2-13, 7-5, 8-1, 9-2, 9-4, 11-9. അടുത്ത ചോദ്യം: 4 ക്രമവാക്യങ്ങളിൽ 8 എതിർപദങ്ങൾ കാണാം. ഏതൊക്കെയാണ്? ഉത്തരം: ഇടത്ത്, വലത്ത്, മാനം, അപമാനം, ദുഷ്കീർത്തി, സൽകീർത്തി, അറിയാത്തവർ, അറിയുന്നവർ, മരിക്കുന്നവർ, ജീവിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, സന്തോഷിക്കുന്നവർ, ദരിദ്രർ, സമ്പന്നർ, ഇല്ലാത്തവർ, ഉള്ളവർ. 6-7-10 വാക്യങ്ങൾ. അടുത്ത ചോദ്യം: ആവർത്തിച്ചിട്ടുള്ള സംഖ്യ ഏതാണ്? എന്തിനോടെല്ലാം ബന്ധപ്പെട്ടിട്ടുണ്ട്? ആവർത്തിച്ചിട്ടുള്ള സംഖ്യ 3. 6 പ്രാവശ്യമാണ് ആവർത്തിച്ചിരിക്കുന്നത്. 3 വട്ടം കോലിനാൽ അടികൊണ്ടു 11-25, 3 വട്ടം കപ്പൽ ഛേദം 11-25, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു 12-2, 3 വട്ടം ശൂലം വിട്ടു നീങ്ങാൻ അപേക്ഷിച്ചു 12-8, 3-ാം പ്രാവശ്യം കൊരിന്തിൽ വരുവാൻ ഒരുങ്ങി 12-14, 3-ാം പ്രാവശ്യം കൊരിന്തിൽ വരുന്നുണ്ട് 13-1. അടുത്ത ചോദ്യം: ആവർത്തിച്ചിട്ടുള്ള ചോദ്യവാക്ക് ഏതാണ്? എത്ര പ്രാവശ്യം? ബന്ധപ്പെട്ട വാക്കുകൾ ഏതാണ്? ഉത്തരം: എത്ര എന്ന വാക്കാണ് ആവർത്തിച്ചിരിക്കുന്നത്. 7 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നു. എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവ്, എത്ര പ്രതികാരം. 7-ാം അധ്യായം 11-ാം വാക്യം. അടുത്ത ചോദ്യം: സംഖ്യ വരുന്ന ഒരാവർത്തന പദമേത്? ഏതിനെയെല്ലാം സൂചിപ്പിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്നു? ഉത്തരം: ആപത്ത് 8 പ്രാവശ്യം. ആപത്തിലെ 10 സംഖ്യ. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. 11-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.